പിശുക്കിനെ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ മുൻഗാമികളെ നശിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം പിശുക്കായിരുന്നു. അമലഹും അലാ അൻ സഫഖൂ ദിമാഅഹും, ഈ പിശുക്ക് രക്തം ചൊരിയാൻ അവരെ പ്രേരിപ്പിച്ചു. വസ്തഹല്ലു മഹാരിമഹും, ഹറാമായ കാര്യങ്ങളൊക്കെ ഹലാലാക്കാൻ അവരെ പ്രേരിപ്പിച്ചു പിശുക്ക് കാരണം. അതുകൊണ്ട് പിശുക്കിനെ നിങ്ങൾ സൂക്ഷിക്കണം, അപ്രകാരം അക്രമത്തെയും നിങ്ങൾ സൂക്ഷിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില ഹദീസുകളാണ് നമ്മൾ പറഞ്ഞത്. റാഗിംഗ് എന്നൊരു പോരാ, നമുക്ക് ഗസയിലേക്ക് പോകാം. പാവപ്പെട്ട മക്കളുടെ തലയ്ക്കുമീത് എത്രമേൽ ക്രൂരമായ ഭീകരമായ അക്രമങ്ങളാണ് യാങ്കി ശൈത്താന്മാർ നടത്തിയത്. അത് ദുൽമാണ്. അവനവൻ്റെ നാട്ടിൽ ജീവിക്കാൻ സമ്മതിക്കുക എന്നുള്ളത് ലോക മര്യാദയാണ്. ഇസ്ലാമിൻ്റെ മാനവിക മൂല്യങ്ങളൊക്കെ തൽക്കാലം മറക്കുക. ലോകം മൊത്തം പാലിക്കേണ്ട ഒരു മര്യാദയാണ് അവനവൻ്റെ നാട്ടിൽ അവരെ ജീവിക്കാൻ സമ്മതിക്കുക എന്ന്. എന്നിട്ട് പറയാണ് മൊത്തം ഇവിടുന്ന് ഒഴിവാക്കുന്നു, ടൂറിസ്റ്റ് കേന്ദ്രമാക്കുന്നു, മര്യാദക്ക് നിന്നോളൂന്ന്. എന്ത് കടുത്തധികാരം, എന്തക്രമം! പാവപ്പെട്ട ആളുകളെ എന്തെങ്കിലും പേര് തല്ലിക്കൊല്ലുക, പുറത്താക്കുക, കച്ചവടശാലകൾക്ക് തീ കൊടുക്കുക, ബുൾഡോസർ കൊണ്ടുവന്നിട്ട് അവരുടെ വീട് മൊത്തം മാന്തി തകർക്കുക. ഒരു മനുഷ്യൻ്റെ ഒരു ആയുസ് മുഴുവൻ ഒരു വീട് എന്ന് പറഞ്ഞാൽ. എന്നിട്ട് ഏതോ ഒരു ജാഥ പോയപ്പോൾ ആ വീടിൻ്റെ മുകളിൽ നിന്ന് അന്ന് ആ വീട്ടിൽ ഇല്ലാത്ത കുട്ടികൾ, അന്ന് ആ കുട്ടികൾ അമ്മാവിൻ്റെ വീട്ടിലാണെന്ന് തുപ്പി എന്നും പറഞ്ഞിട്ട് ഉടനെ തന്നെ അരമണിക്കൂറിനിടയിൽ ബുൾഡോസർ വരിക, ആ വീട് മുച്ചൂടും നശിപ്പിക്കുക. അവിടെ രേഖകളുണ്ട്. നിരവധിയായ വർഷം അധ്വാനിച്ച് ആ വീട്ടിലെ മക്കൾ നേടിയെടുത്ത സർട്ടിഫിക്കറ്റുകളുണ്ട്. അവിടെ വസ്തുവിൻ്റെ രേഖകളുണ്ട്. എല്ലാം നശിച്ചു. അതോടുകൂടെ അവർ വസ്തു ഇല്ലാത്തവരായി തീർന്നു. അത് അവരുടേതാണെന്ന് തെളിയിക്കാനുള്ള രേഖ പോലും ഇല്ല. മൊത്തം ബുൾഡോസർ ഊരി കൊണ്ടുപോയി. എന്തക്രമാണ്! ഇതൊക്കെ അക്രമമാണ്. ചെയ്യേണ്ടതല്ലാത്ത എന്ത് പ്രവൃത്തി നടത്തുന്നോ ഇതൊക്കെയും അക്രമം തന്നെയാണ്. പടച്ച റബ്ബ് അവന്റെ വിശേഷണമായി പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യദ്ലിമു നാസ ശൈആ, മനുഷ്യരെ ഒരർത്ഥത്തിലും ഒരു രീതിയിലും അള്ളാഹു ആക്രമിക്കൂല. വലാകിന്ന നാസ അൻഫുസഹും യദ്ലിമൂൻ, പിന്നെ തെറ്റൊക്കെ ചെയ്തിട്ട് മനുഷ്യൻ നരകത്തിലേക്ക് എത്തുന്നത് അള്ളാഹു പഠിപ്പിച്ച നല്ല രീതികളെ പിന്തുടരാതെ അവൻ സ്വയം നാശം ഏറ്റെടുക്കുന്നതാണ്. സൂറത്ത് യൂനുസിന്റെ 44-ാമത്തെ വചനം അങ്ങനെയാണ്. ഇപ്പൊ ഗസയിൽ ഇങ്ങനെ ബോംബിടുന്നു, കുട്ടികളൊക്കെ ഇങ്ങനെ മരിക്കണ്. നമുക്ക് തന്നെ തോന്നാറുണ്ട്, എന്തുകൊണ്ടാ അള്ളാഹു തആല അതൊന്നും കാണുന്നില്ലേ എന്ന്. അള്ളാഹു തആല അതൊന്നും കാണുന്നില്ലേ എന്ന്. അല്ലെങ്കിൽ ബുൾഡോസർ രാജ് നടക്കുമ്പോൾ റബ്ബ് തആല എന്തുകൊണ്ട് ഇത് കാണുന്നില്ല? എന്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഭവനങ്ങൾ പൊളിച്ച് വൃത്തികേട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും കാണുന്നില്ല എന്ന് നമ്മൾ തന്നെ തോന്നാറുണ്ട്. പടച്ച റബ്ബ് കൃത്യമായി അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ലോ യുആഖിദുല്ലാഹു അൻ-നാസ ബിദുൽമിഹിം, മനുഷ്യർ ചെയ്യുന്ന കൊടുംപീഡനങ്ങളും ക്രൂരതയും അക്രമവും കാരണം അള്ളാഹു അവരെ പിടിച്ച് ശിക്ഷിക്കുകയാണെങ്കിൽ മാ തറക അലൈഹാ മിൻ ദാബത്തിൻ, ഈ ഭൂമിയിൽ ഒരു ജന്തു പോലും അവശേഷിക്കൂല. അത്രമേൽ ക്രൂരത മനുഷ്യന്മാർ ചെയ്യുന്നുണ്ട്. പടച്ച റബ്ബ് അത് അറിയാത്തത് കൊണ്ടല്ല. പിന്നെയോ വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മ, കൃത്യമായൊരു അവധിയുണ്ട്, അതുവരെ അള്ളാഹു ഇതൊക്കെ പിന്തിച്ചിടും. റബ്ബിന്റെ അക്രമങ്ങൾ അള്ളാഹു കാണുന്നു. ബുൾഡോസർ രാജ് കണ്ടുകൊണ്ടിരിക്കുന്നു. പാവപ്പെട്ട മനുഷ്യരെ ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞു മൃഗീയമായി തല്ലിക്കൊല്ലുന്നത് റബ്ബ് കാണുന്നുണ്ട്. ഇതിനൊക്കെ റബ്ബ് തആല തീരുമാനം നിന്ന ഈ ദുന്യാവിൽ ഒരു മനുഷ്യൻ പോകട്ടെ, ഒരു മൃഗം പോലും ഇല്ലാതെയായി തീരും. നാട്ടിലേക്ക് മൊത്തം അഗ്നി ഇറങ്ങും. ആ സമയത്ത് മനുഷ്യർ മാത്രമല്ല പെടുക, പിന്നെയോ സർവ്വ ജന്തുക്കളും അതിന് വിധേയരാകും. ദുന്യാവിൽ ഒരു ജന്തു പോലും ഇല്ലാതെയാകും. പക്ഷെ റബ്ബ് തആല അങ്ങനെയല്ല തീരുമാനിച്ചത്. യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മ ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅത്തൻ വലാ യസ്തഖ്ദിമൂൻ, കൃത്യമായ സമയം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നിലോ പിന്നിലോ അല്ലാഹു തആല വിഷയത്തിൽ ഇടപെടൂല. ഇത് നമുക്ക് ഫലസ്തീൻ്റെ മറുപടിയാണ്. സൂറത്തുൻ നഹ്റിന്റെ 61-ാമത്തെ വചനം. ഇത് കൃത്യമായ രീതിയിൽ സൂറത്ത് ഇബ്രാഹിമിന്റെ 44 മുതലൊക്കെയുള്ള വചനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ, അക്രമകാരികൾ പ്രവർത്തിക്കുന്ന കൊടും ക്രൂരതയെക്കുറിച്ച് റബ്ബ് തആല അശ്രദ്ധവാനാണെന്ന് തെറ്റിദ്ധരിക്കരുത് എന്ന്. ചില ആളുകളൊക്കെ ഇസ്ലാം ശരിയല്ല, അല്ലാഹ് ഇല്ല എന്നുള്ളതിന് തെളിവായിട്ടാണ് ഗസയിൽ അക്രമം എടുത്തത്. പിഞ്ചു മക്കളെ ഇത്രമേൽ ക്രൂരമായി കൊന്നിട്ട് 1-2 ആളുകളല്ല, ഏകദേശം കണക്ക് കിട്ടിയതനുസരിച്ച് 60,000-ത്തിലധികം ആളുകൾ. സ്വന്തം ഭവനത്തിൽ ജീവിക്കാൻ ശ്രമിച്ചവർ, സ്വന്തം ഭാര്യമാരും മക്കളോടൊപ്പം സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയവർ, ഒരു തെറ്റും ചെയ്തിട്ടില്ല. സഹിക്കാൻ പറ്റാത്ത വിധം മാരകമായ ബോംബിങ്ങിന് അവർ വിധേയരായി.
വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ. അക്രമകാരികൾ നടത്തുന്ന ഭീകരതയെക്കുറിച്ച് റബ്ബ് തആല ശ്രദ്ധിക്കുന്നില്ലെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. കണ്ണുരുണ്ടു പോകുന്ന, തള്ളിപ്പോകുന്ന ഒരു ദിവസം വരാനുണ്ട്. അതിനുവേണ്ടി റബ്ബ് തആല കാത്തുവെക്കുകയാണ്. ആ ദിവസത്തെക്കുറിച്ച് പിന്നെയും ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. മുഹ്തിഈന മുഖ്നിഈ റൂസിഹിം, തലപൊക്കിക്കൊണ്ട് അവർ ഓടിക്കതച്ചു വരും. ലാ യർതദ്ദു ഇലൈഹിം തർഫുഹും, അവരുടെ കണ്ണ് ഇമച്ചിമ്മാൻ അവർക്ക് കഴിയില്ല, തുറിച്ചു പുറത്തു വന്നിട്ടുണ്ടാകും. കണ്ണ് തുറിച്ചു വരുന്ന കാരണം ഈ കണ്ണൊന്നും കൂടെ അടക്കാൻ പോലും അവർക്ക് കഴിയൂല. അത്രക്ക് വലിയ ഭീകരതയുടെ ദിനം വരും. വഅഫ്ഇദത്തുഹും ഹവാ, അവരുടെ ബുദ്ധിയും തന്ത്രവും വിവേകവും ഇതുവരെ ലോകത്തെ പറ്റിച്ചതും സഹപാഠിയെ ക്രൂരമായി റാഗ് ചെയ്തിട്ട് നിയമത്തിൻ്റെ ഉൾവശത്തിലൂടെ രക്ഷപ്പെട്ടു പോന്നതും ഒക്കെ നടന്നിട്ടുണ്ടാകും. പക്ഷെ അഫ്ഇദത്തുഹും ഹവാ, അന്ന് അവരുടെ ചിന്താശേഷി സമ്പൂർണ്ണമായി ഇല്ലാതെയായിട്ടുണ്ടാകും, ബ്ലാങ്ക് ആയിരിക്കും. പിന്നെ രക്ഷപ്പെടാൻ കഴിയില്ല. ഇവിടെ അവർ നടത്തുന്ന ഒരു കുതന്ത്രങ്ങളും വിജയിക്കൂല. എന്നിട്ട് തുടർന്ന് പറയുന്നുണ്ട്, അദാബ് വരുന്ന ദിവസത്തെക്കുറിച്ച് പ്രിയപ്പെട്ട പ്രവാചകരെ ഈ ജനങ്ങൾക്ക് താക്കീത് നൽകണം. അല്ലദീന ഫയഖൂലുല്ലദീന ളലമു, അക്രമം കാണിച്ച ആളുകൾക്ക് അന്ന് കാര്യം ബോധ്യപ്പെടും, ഞങ്ങൾ ചെയ്തത് ശരിയല്ല എന്ന് മനസ്സിലാകും. ഫയഖൂൽ, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, റബ്ബനാ അഖിർനാ ഇലാ അജലിൻ ഖരീബ്, ഒരിത്തിരി സമയം ഞങ്ങൾക്ക് നീ അനുവദിച്ചു തരണം, ഒരിത്തിരി സമയം. എന്നാൽ നുജിബ് ദഅവതക്, നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകാം. വനത്തബിഉർ റുസുൽ, പ്രവാചകന്മാരെ ഞങ്ങൾ പിന്തുടരാം. അവലം തകൂനു അഖ്സംതും മിൻ ഖബ്ലു മാ ലക്കും മിൻ സവാൽ, നിങ്ങൾ ഈ കാണിക്കുന്ന വൃത്തികേടിൽ നിന്നൊരു മാറ്റമല്ല എന്ന് ഇതിന്റെ മുമ്പ് നിങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞില്ലായിരുന്നോ? ഈ അക്രമം തുടർന്നുകൊണ്ടിരിക്കുന്നു, പുറത്താക്കുന്നു, ഗസയിൽ നിന്നും മൊത്തം ഓടിക്കുന്നു, ഞാൻ പറഞ്ഞതുപോലെ റിയൽ എസ്റ്റേറ്റ് ഭൂമിയാക്കുന്നു. നിങ്ങളന്ന് ഒരു ശപഥം ചെയ്തിട്ടില്ലായിരുന്നോ? എന്നിട്ട് എന്തേ അതിൽ നിന്ന് ഇപ്പം മാറിയിട്ട് ഇത്തിരി പിന്തിച്ചു തരുമോ, ഞങ്ങൾ നന്നായിക്കോളാന്ന് പറയുന്നത്? ആ ശബ്ദം തെറ്റിക്കലാണ്. ഈ ശബ്ദം നിങ്ങൾ തെറ്റിക്കും. അതുകൊണ്ട് റബ്ബ് തആല അശ്രദ്ധവാനാണെന്ന് ഒരിക്കലും ധരിച്ചു പോകരുത്. ഇത് നമ്മളെല്ലാവരും ഓർക്കേണ്ടതാണ്. സഹോദരനെ പീഡിപ്പിക്കുമ്പോൾ, ഞാൻ ഇപ്പോൾ വലിയ ആളായി, അവൻ്റെ സ്വത്തൊക്കെ ഞാൻ അടിച്ചു മാറ്റി, അതുകൊണ്ട് എനിക്ക് വലിയ ഗുണമുണ്ട് എന്ന് വിചാരിച്ച് നടക്കുമ്പോൾ, നമ്മുടെ ഒരു പാർട്ട്ണറെ പറ്റിച്ച് ആ ഒരു ബിസിനസ് സംരംഭം സ്വന്തമാക്കുമ്പോൾ, പാവപ്പെട്ട സ്ത്രീജനങ്ങളെ ആക്രമിക്കുമ്പോൾ, ഭാര്യനെയൊക്കെ കൊടും ക്രൂരത കാണിക്കുമ്പോൾ, ചില ആളുകളൊക്കെ ഉണ്ട് വൃദ്ധയായ ഭാര്യയെ പോലും ഇപ്പോഴും പ്രഹരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. കേട്ടാൽ നിങ്ങൾക്ക് കൗതുകം തോന്നും. എന്ത് കാര്യത്തിന്? മൂപ്പർക്ക് മൂപ്പരുടേതായ കുറെ ആഢ്യത്വങ്ങളുണ്ട്. അത് കൃത്യമായി നടന്നില്ലെങ്കിൽ അപ്പ ശിക്ഷ വിധിക്കുക. അത്തരം ആളുകളൊക്കെ വിരല് കടിക്കുന്ന ദിവസത്തെക്കുറിച്ച് ഖുർആൻ കൃത്യമായി നമ്മളോട് പറയുന്നു. മുഅ്മിനീങ്ങളാകുന്ന ആളുകൾ നിരന്തരമായി പീഡിപ്പിക്കപ്പെട്ട ചരിത്രം നമുക്കറിയാം. അപ്പോഴൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷമിക്കാൻ പറഞ്ഞു അവരോട്. അവസാനം യുദ്ധം അനുവദനീയമായ ആയത്തിറങ്ങി. സൂറത്തുൽ ഹജ്ജിലെ 39-ാമത്തെ വാക്യം. യുദ്ധം അനുവദനീയമാകാനുള്ള കാരണം പറയുന്നതും അക്രമമായിരുന്നു. ഉദിന ലില്ലദീന, തീർച്ചയായും സമ്മതം ലഭ്യമായിരിക്കുന്നു. ഉദിന ലില്ലദീന യുഖാത്തലൂൻ, നിരന്തരമായി ആക്രമിക്കപ്പെടുന്ന, യുദ്ധം ചെയ്യപ്പെടുന്ന, അതിക്രമങ്ങൾക്ക് വിധേയരാകുന്ന സമൂഹത്തിന് സമ്മതം നൽകിയിരിക്കുന്നു. എന്തുകൊണ്ട്? ബിഅന്നഹും ദുലിമു, അവർ പാവങ്ങളാണ്, അക്രമങ്ങൾക്ക് വിധേയരാണ്, അവർക്ക് യുദ്ധം ചെയ്യാനുള്ള സമ്മതം ലഭ്യമായിരിക്കുന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ യുദ്ധം ചെയ്യാനുള്ള ആദ്യത്തെ കൽപ്പന വരുന്നതാണ് ഈ ആയത്ത്, സൂറത്തുൽ ഹജ്ജിന്റെ 39-ാമത്തെ വചനം. അത് യുദ്ധത്തിന് കാരണമായി മുന്നിൽ വെക്കുന്നത് പോലും അക്രമത്തിന് വിധേയരാകുന്നു എന്നതാകുന്നു. അപ്പൊ ക്യാമ്പസിലാവട്ടെ, ക്യാമ്പസിന് പുറത്താവട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും മറ്റൊരാളെ ഉപദ്രവിക്കാൻ പാടില്ല. അതാണല്ലോ അല്ലെങ്കിലും മര്യാദയുടെ ലക്ഷണം. അക്രമം ചെയ്യുന്ന ആളുകൾ തീരെ വിജയിക്കില്ലെന്ന് ഖുർആൻ പറയുന്നുണ്ട് 2-3 രീതിയിൽ. സൂറത്തുൽ ഫുർഖാന്റെ 19-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം, ഫഖദ് കദ്ദബൂക്കും ബിമാ തഖൂലൂൻ ഫമാ തസ്തതിഊന സർഫൻ വലാ നസറ വമൻ യുളിം മിൻകും നുദിഖുഹു അദാബൻ കബീറ. ആദ്യ ഭാഗം നമ്മുടെ വിഷയത്തോട് നേരിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് നമുക്ക് മാറ്റിവെക്കാം, സമയം കുറവാണല്ലോ. ഒരാൾ അക്രമം കാണിക്കുന്നുവെങ്കിൽ, വമൻ യുളിം, ഒരാൾ അക്രമം കാണിക്കുന്നുവെങ്കിൽ, മിൻകും, അവരിൽ നിന്ന്, നുദിഖുഹു, അവനെ നാം ടേസ്റ്റ് ചെയ്യിപ്പിക്കും, അദാബൻ കബീറ, ഭീകരമായ ശിക്ഷ. അക്രമിക്ക് വലിയ ശിക്ഷ ഉണ്ടാവും.
അള്ളാഹിൻ്റെ മുമ്പിൽ ഈ അക്രമത്തിന് വിധേയരായ ആളുകളൊക്കെ തൃപ്തിപ്പെടുവോളമുള്ള പ്രതികാര നടപടികൾക്ക് അവർ വിധേയരാവേണ്ടി വരും. അക്രമം എന്നൊക്കെ പറയുമ്പോഴത്തേന് വെറുതും ഇടിയും കുത്തുവാണെന്ന് മനസ്സിലാക്കരുത്. നാവുകൊണ്ട് ആക്രമിക്കും, ചിലപ്പോൾ അത് ഇടിയേക്കാളും സ്ട്രോങ് ആയിരിക്കും. മാനം കെടുത്തൽ അക്രമമാണ്. ഒരുത്തനെതിരെ അപവാദം പ്രചരിപ്പിക്കൽ അക്രമമാണ്. ഈ സോഷ്യൽ മീഡിയ കാലത്തൊക്കെ വെറുതെ ഒരു ആരോപണം കെട്ടിച്ചമച്ച് നമ്മളങ്ങോട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആറ്റം വിഘടിക്കുന്നത് പോലെ സമൂഹത്തിൽ മൊത്തം എത്തിച്ചേരും. ആ മനുഷ്യന് ഇതിലേറെ നല്ലത് 4 അടി കൊടുക്കായിരുന്നു. ഒരു മനുഷ്യനൊക്കെ തീർക്കണം എന്ന് വിചാരിച്ചാൽ ഒരു പെണ്ണ് മാത്രം മതി. വെറുതെ ഒരു ആരോപണമാണ് കെട്ടിച്ചമച്ചാൽ മതി. പുതിയ കാലം അങ്ങനെ. പ്രത്യേകിച്ച് 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയോ പെൺകുട്ടിയോ ഒക്കെ ഏതെങ്കിലും ഒരാളുടെ പ്രലോഭനത്തിന് വിധേയനായി മറ്റൊരാളെ തീർക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തീർന്നു. അവരുടെ സമ്മതം മാത്രം മതി. പ്രാഥമികമായൊരു അന്വേഷണം നടത്തേണ്ടത് പോലും ഇല്ല. ഉടനെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യലായി, റിമാൻഡിലായി. 3 മാസം കഴിഞ്ഞിട്ട് പോക്സോ കേസിൽ ജാമ്യത്തെക്കുറിച്ചുള്ള ചർച്ച പോലും വരുള്ളൂ. പിന്നെ ആ മനുഷ്യൻ എന്ത് മാനം ബാക്കി നിൽക്കണം? കുറേ കേസുകളൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പുരുഷ പീഡനം വല്ലാതെ നടക്കുന്നത് കൊണ്ട് പുരുഷന്മാർക്കും ഈ വനിതാ സംഘങ്ങളെപ്പോലെയുള്ള നിയമങ്ങൾ വേണമെന്നും പുരുഷന്മാരെ സംരക്ഷിക്കാനുള്ള പ്രത്യേകമായ വിഭാഗം രൂപീകരിക്കണം എന്നൊക്കെ പല ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അക്രമം എന്ന് പറഞ്ഞാൽ തല്ലലും കുത്തലും മാത്രമല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു തന്നെ പറയുന്ന സൂറത്ത് ഷൂറയുടെ 8-ാമത്തെ വാക്യം, അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഏക സഹോദരന്മാരും ഏക സമുദായവുമാക്കി മാറ്റും. പക്ഷെ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കാരുണ്യം നൽകുന്നു. അക്രമികൾ മാലഹും അവർക്കില്ലേയില്ല മിൻ വലിയിൻ ഒരു സഹായിയും വലാ നസീർ അവരെ സ്നേഹിക്കാനും അവരെ മാനിക്കാനും ഒരാളെയും അവർക്ക് കിട്ടൂല. ദുന്യാവിലും അങ്ങനെ തന്നെയാണ്. ചിലപ്പോഴൊക്കെ അക്രമിനോടൊപ്പം കുറച്ച് ശിങ്കിരികളൊക്കെ ഉണ്ടാവും, ഒരു കാലം വരെ, ഒരു പരിധി വരെ. ചിലപ്പോൾ മക്കളന്നെ ആയിരിക്കും. ചിലർ തറവാട് മഹിമയുടെ വിഷയത്തിൽ മറ്റുള്ളവരെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കും, തറവാട് മഹിമയുടെ വിഷയത്തിൽ. അപ്പം ഞങ്ങളാണ് ഇതൊക്കെ നടത്തേണ്ടതെന്ന് ഒരു തറവാട്ടുകാർക്ക് തീരുമാനിക്കുക. അപ്പം മറ്റേ തറവാട്ടുകാർ ഞങ്ങൾക്ക് എന്താ കുറവ് എന്ന് തീരുമാനിക്കുക. നമ്മളൊക്കെ കണ്ടു ഈയിടെ ഒരു മെമ്പറിൽ കയറിയിട്ട് 2 ആളുകൾ ഖുത്തുബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. തറവാടിൻ്റെ കളിയാണ്. ഒരു തറവാട്ടുകാർ ആളാവണത്രേ ഖത്തീബ്, മറ്റൊരു വിട്ടുകൊടുത്തില്ല. 2 കൂട്ടരും ഖത്തീബിനെ കൊണ്ടുവന്നു. ഞങ്ങളെ തോതും പറഞ്ഞിട്ട് 2 കൂട്ടരും ശക്തമായി പോരാട്ടം നടത്തി. അതിനിടയ്ക്ക് ഒരാളെ ഖത്തീബാണ് കയറി, മറ്റാളത് നോക്കിക്കോ മൂപ്പരോണ്ട് കയറി, 2 ആളും കൂടിയാണ്ട് ഖുത്തുബ ഓതി. 2 ആളും കൂടി തീവണ്ടിൻ്റെ ഒക്കെ മാതിരി, വിമാനത്തിൻ്റെ ഒക്കെ മാതിരി, 2 പൈലറ്റുമാർ. ഇത്തരം ഘട്ടങ്ങളിൽ ആരും മാന്യത കാണിക്കുന്നു അവനാണ് ഏറ്റവും നല്ല വിജയി. ചില തോൽവികളൊക്കെ ഏറ്റവും നല്ല വിജയമായിരിക്കും. ഏറ്റവും ചുരുങ്ങിയത് വിജയത്തിന്റെ മാനദണ്ഡമോ ചവിട്ടുപടിയോ ആയിരിക്കും. അള്ളാഹുവിന്റെ മുമ്പിൽ വിജയിക്കും, സമൂഹത്തിന് മുന്നിൽ വിജയിക്കും. എല്ലാ തോൽവിയും അത്ര മോശമൊന്നുമല്ല. നമ്മൾ പലപ്പോഴും തോറ്റിരിക്കുന്നില്ല. ഒരു കുഞ്ഞു കുട്ടിയുടെ മുന്നിൽ, നമ്മുടെ മകളുടെ മുമ്പിൽ, മകന്റെ മുമ്പിൽ, പൗത്രന്റെ മുന്നിൽ ഏറ്റവും അഹങ്കാരവും ഏറ്റവും ഉഷാറും ഞാനേ പൊതുസമൂഹത്തിൽ വലിയ ആളാണെന്നൊക്കെ കരുതുന്നയാളും ചെറിയൊരു കുഞ്ഞിന്റെ മുമ്പിൽ വിനയാന്വിതനാവുന്നില്ലേ? ആവണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാളും വലിയ ആളൊന്നും ലോകത്ത് ഉണ്ടായിട്ടില്ല, ഉണ്ടാവാനുമില്ല. റസൂൽ തങ്ങളുടെ അടുത്തെത്താൻ, അവിടുത്തെ നയലിന് തുല്യമാവാനൊന്നും ആർക്കും പിന്നെയോ മുന്നെയോ സാധ്യമല്ല. അങ്ങനത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ ചക്രവർത്തിയാണ്, മുഅ്മിനീങ്ങളുടെ ഏറ്റവും വലിയ ഗുരുവാണ്. തൻ്റെ ലോകത്ത്, തൻ്റെ ജീവിതകാലത്ത് സമൂഹത്തിന് വേണ്ട എല്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ അധ്യാപകനാണ്. ഒക്കെ ശരിയാണ്. പക്ഷെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുയുടെ അടുത്തെത്തുമ്പോൾ കേവലം വല്ലിപ്പ മാത്രമായിത്തീരുന്നു. ഇതൊരു തോൽവിയാണോ? ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സുഗന്ധമാണത്, മനോഹാരിതയാണത്. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നുണ്ട്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുറത്ത് കയറിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ റസൂൽ തങ്ങൾ അവരെങ്ങനെ കൊണ്ടുനടക്കുകയാണ്. അമ്പക്കളി ഉണ്ടല്ലോ നമ്മുടെയൊക്കെ നാട്ടിൽ, ആ പരിപാടി ഇങ്ങനെ നടക്കുകയാണ്. 2 ആളും ഇങ്ങനെ പിടിച്ചിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ സൗകര്യത്തിന് ഇങ്ങനെ മെല്ലെ 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 നടന്നു കൊടുക്കണം. സൽമാൻ ഫാരിസി തങ്ങൾ കണ്ടപ്പോൾ കൗതുകം തോന്നി. അവിടുന്ന് പറഞ്ഞു, മക്കളെ, നല്ല വാഹനമാണല്ലോ നിങ്ങളുടേത്, ഇത്ര മുന്തിയ വാഹനം വേറെ എവിടെയും കിട്ടൂലല്ലോ എന്ന്. അയ്യേ, പുറമത്തെ ഒരാൾ കണ്ടുപോയോ? ഇനി എന്താ നമ്മൾ ചെയ്യുക? അതെ, ഞാനിങ്ങനെ കിടക്കുകയായിരുന്നു, ഞാൻ എണീക്കാൻ ശ്രമിച്ചപ്പോൾ അവരിങ്ങോട്ട് കയറി, ഞാൻ അവരങ്ങനെ എടുത്ത് മാറ്റി വെക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങളിങ്ങോട്ട് വന്നു. ഇങ്ങനെയൊക്കെയാണ് റസൂൽ പറഞ്ഞത്.
അല്ലല്ല, യാ സൽമാൻ, യാത്രികരും അത്ര മോശക്കാരല്ല എന്നാ പറഞ്ഞത്. വാഹനം നല്ല ഉഷാറാന്നാ മൂപ്പരാൾ പറഞ്ഞേ. ഈ വാഹനപ്പുറത്ത് കയറി പോകുന്ന ആളുകളും തീരെ മോശക്കാരല്ല, വലിയ ഉഷാറുള്ളവരാണ്. ആ കുട്ടികളുടെ മനസ്സിനൊപ്പം നിന്നു. തേടാ വരുന്നു എന്നും പറഞ്ഞിട്ട് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സ് എന്താകുമായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാന്ന് ആലോചിക്കുക. ഈ കുട്ടിയുടെ മുമ്പിൽ ഇക്കളി കളിക്കുന്നതോടുകൂടെ അങ്ങോട്ട് പോയോ എല്ലാ വിലയും നിലയും ഒക്കെ. ചില അധ്യാപകരൊക്കെ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്, ചില വാപ്പമാരൊക്കെ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. മക്കളോടൊന്ന് നേരാവണ്ണം സംസാരിച്ചാൽ വിലയോട് പോയി പോവും, അതുകൊണ്ട് ഒരു നല്ല ഭാഷ പറയരുത്. ഇപ്പം എനിക്കൊരു സ്ഥലത്ത് പോകണ്ടായിരുന്നു, 2-3 വട്ടം മുപ്പിന് മെയിൻറ്റ് ചെയ്യൂല. പിന്നെ ഒരു കുരക്കല് ഇങ്ങനെയൊക്കെ ആകുമ്പോഴേ വാപ്പാവുള്ളൂന്നുണ്ടോ, വല്യപ്പാവുള്ളൂന്നുണ്ടോ? ഇല്ല. എല്ലായിടത്തും ജയിക്കുക എന്നുള്ളത് ജീവിതത്തിൻ്റെ ഒരു സന്തോഷമേ അല്ലെന്ന് മനസ്സിലാക്കണം. പലയിടത്തും തോൽക്കണം, ആ തോൽവിക്ക് വിജയമുണ്ട്, വിജയത്തിൻ്റെ മാധുര്യമുണ്ട്, വിജയത്തിൻ്റെ കാരണമായിട്ട് അത് മാറുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിണങ്ങിയ ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിണങ്ങിയ ആളുകളിൽ ആരാണ് മിണ്ടാൻ ചെല്ലുന്നത് അവനാണ് ഏറ്റവും ശ്രേഷ്ഠത എന്ന്. പിണങ്ങിയ ആളുകളിൽ ആരാണോ മിണ്ടാൻ ചെല്ലുന്നത് അവനാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠൻ. മൊത്തം അതിൻ്റെ നന്മയെ 100 പകുത്ത് 99 ആദ്യം മിണ്ടാൻ ചെന്ന ആൾക്ക് കിട്ടും. പിന്നെ ഇവൻ്റെ ശല്യം കൊണ്ട് ഇവങ്ങനെ പിന്നാലടന്ന് മിണ്ടുക, എത്ര എഴുതിയിട്ട് അപ്പം ഇങ്ങനെ നടക്കുക എന്ന് കരുതി ഇന്നൊരു മിണ്ടണവന് 1% കിട്ടുള്ളൂ. ഇത് ശരിക്കും തോൽവിയാണ്. ഇവന്റെ മുമ്പിൽ മാത്രം തോൽവി, പടച്ച റബ്ബിന്റെ മുന്നിൽ വലിയ വിജയം, പരലോകത്ത് വലിയ വിജയം, മാലാഖമാരുടെ ലിസ്റ്റിൽ 1ാം റാങ്ക്. അപ്പൊ റാഗിങ് ആവട്ടെ, മറ്റേത് വിധത്തിലുള്ള പീഡനമാവട്ടെ, മറ്റൊരാളെ അത് ഏൽപ്പിക്കുന്നത് പരിശുദ്ധ ഇസ്ലാം തീരെ സമ്മതിക്കുന്നില്ല. സാമ്പത്തിക രംഗത്തുള്ള പീഡനങ്ങൾ നമുക്കറിയാം, നിയമപരമായി പീഡനങ്ങളിൽ അകപ്പെടുത്തുന്നത് നമുക്കറിയാം. ചില കേസിലൊക്കെ ചില സാധു മനുഷ്യന്മാരെ കുടുക്കിയിട്ട് ജീവിതം മുഴുവൻ അതിൻ്റെ പിറകെ നടക്കേണ്ട ദുരന്തം. ഗവൺമെന്റുകളൊക്കെ പല രീതിയിലുള്ള പീഡനങ്ങൾ നടത്തുന്നത്. സാധാരണഗതിയിൽ ഒരു പാവപ്പെട്ട മനുഷ്യന് അത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല, എല്ലാത്തിനും വിധേയരാകും. കേരളത്തിൽ പോലും ഉണ്ടല്ലോ ചില പാകിസ്ഥാനികൾ. ഇന്ത്യ വിഭജന കാലത്ത് അവർ അബദ്ധത്തിൽ പാകിസ്ഥാന് പെട്ടു എന്നുള്ളതാണ് അവർ ചെയ്ത തെറ്റ്. അവിടെ കച്ചവടത്തിന് പോയവരാണ്, അവിടെ ജോലിക്ക് പോയവരാണ്. പക്ഷേ ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും ദുർബലമായ ആ നിമിഷത്തിൽ ഇന്ത്യ വിഭജിക്കപ്പെട്ടു. ഒരു സ്വാഭാവികമായിട്ടും പാകിസ്ഥാന് പെട്ടു. അവിടെ നിന്ന് ഇങ്ങോട്ട് പോരലും മമ്നുവായി, ഇവിടുന്ന് അങ്ങോട്ട് പോകാനും പറ്റാതെയായി. പിന്നെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ വിസാ ചട്ടങ്ങളൊക്കെ വന്നപ്പോൾ അവർ നിയമപ്രകാരം അവിടുന്ന് അവരുടെ മക്കളുടെ അടുത്തേക്ക്, അവരുടെ ഭാര്യമാരുടെ അടുത്തേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ പാകിസ്ഥാൻ പൗരന്മാരാണ്. എങ്ങനെങ്കിലും പിടിച്ച് പുറത്താക്കണം. ഈ പിടിച്ച് പുറത്താക്കുന്നത് ആരടുത്തുനിന്നാണ്? ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവരെ സ്നേഹിക്കണം മക്കളടുത്തുനിന്ന്, ഭാര്യയുടെ അടുത്തുനിന്ന്, മാതാവും പിതാവും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തുനിന്ന്. ഇവരിന്ത്യക്കാരല്ല, പാകിസ്ഥാനികളാണെന്നാണ്. ഒരു പാകിസ്ഥാനിയെയും ഇന്ത്യയിലേക്ക് കടത്തണമെന്ന് നമുക്ക് ആർക്കും വാദമല്ല, അത് പാടില്ല. താനും ഏത് ഗവൺമെൻറ് ചെയ്താലും അത് പാടില്ല, അവരവരുടെ രാജ്യത്ത് ജീവിക്കട്ടെ. പക്ഷേ ഇന്ത്യനായിരിക്കെ ചില നിയമക്കുരുക്ക് മാത്രം വെച്ച് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന അത്തരം വിഷയങ്ങളിൽ തീരെ ഒരു ധാർമ്മിക ചിന്തയില്ലാതെ ഇவ்விധം പ്രവർത്തിക്കുമ്പോൾ അത് കഠിനമായ അക്രമമായി മാറുന്നു. അതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാമെന്നാണ് തോന്നുന്നത്. വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളായി വളരണം. ക്യാമ്പസുകളിൽ ഇനിയും സന്തോഷം പൂവിടണം. പഠനം ഒരു പ്രധാന സംഭവമായി മാറണം. പഠിക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ നിശ്ചയിച്ചു കൊടുക്കണം. വിദ്യാർത്ഥി എന്നതിനപ്പുറം എല്ലാ സമരം ഏറ്റെടുക്കുന്നവരാകാൻ പാടില്ല. എല്ലാം ഞങ്ങൾ ചെയ്തിരിക്കണമെന്ന് ഒരാൾക്കും തോന്നാനും പാടില്ല. വലിയ സാമ്പത്തിക ബാധ്യതകളുള്ള പരിപാടികളൊന്നും വിദ്യാർത്ഥിക്ക് സംഗതമല്ല. അതൊക്കെ നടത്തേണ്ടവർ അവരല്ലാത്തവരാണ്. ഏത് വിധം ഏത് ക്യാമ്പസിൽ പഠിക്കുകയാണെങ്കിലും നമ്മുടെ മക്കളെയൊക്കെ ദീനീ വിദ്യാർത്ഥി സംഘടനകളുമായി ബന്ധിപ്പിക്കണം. ഇന്ന സംഘടന എന്ന് എനിക്ക് പ്രത്യേകമായിട്ട് പറയാൻ വയ്യ. പക്ഷേ എനിക്ക് നേരിട്ട് അനുഭവമുള്ളൊരു സംഘടന ഉണ്ട്, സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ. ഇതുവരെ ഒരൊറ്റ കോളേജിലും അവർ പ്രിൻസിപ്പളെ മേൽ കരിയലൊഴിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഒരു ക്യാമ്പസിലും അവർ പൂച്ചട്ടി തകർത്തിട്ടില്ല, ഗ്ലാസ് മുറിച്ചിട്ടില്ല. ഒരു ക്യാമ്പസിലും ഇതുവരെ 10,000-കണക്കിന് SSFന്റെ വിദ്യാർത്ഥികൾ പഠിച്ചിട്ട് ഒരു ക്യാമ്പസിലും ഇതുവരെയും ഒരു റാഗിങ്ങും അവരുടെ പേരിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല തന്നെ 100%. എന്തുകൊണ്ട്? അവർ ഭൗതികമായി പഠിക്കുമ്പോൾ മതത്തിനും പ്രാധാന്യം നൽകുന്നു. ഭൗതികമായ വിദ്യാഭ്യാസത്തോടൊപ്പം മതപാഠങ്ങളും അവർക്ക് സംഘടന നൽകിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മാതാവിനെ മാനിക്കാനും അധ്യാപകനെ മാനിക്കാനും
ഇതെൻ്റെ സഹപാഠിയാണെന്നും അവനും എന്നെപ്പോലെ പഠിക്കാനാണ് ഈ ക്യാമ്പസിലേക്ക് വന്നതെന്നും അവൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കലല്ല എൻ്റെ ഈ ക്യാമ്പസ് പ്രവേശത്തിൻ്റെ ലക്ഷ്യമെന്നും കൃത്യമായ ബോധത്തോടുകൂടെ നിലവിലുള്ള സംവിധാനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി പഠനരംഗത്തും സാമൂഹിക സേവന രംഗത്തും അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ദീനീപരമായ ഏതെങ്കിലും ഒരു സംഘടനയിലേക്ക്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സംഘടനയിലേക്ക് നമ്മുടെ മക്കളെ ഏത് ക്യാമ്പസിലാണെങ്കിലും ബന്ധപ്പെടുത്തണം. മറ്റ് സംഘടനകളിൽ അനുഭവിച്ച് എനിക്ക് പരിചയമില്ലാത്തത് കൊണ്ട് ഞാൻ അനുഭവിച്ചൊരു പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തിയെന്ന് മാത്രം. ഈ സാസിൽ എല്ലാവരും SSFനെ ഇவ்விധം അംഗീകരിക്കുന്ന അല്ലെങ്കിൽ SSF സംഘടനാ സംവിധാനത്തിലൂടെ മുന്നോട്ട് വരുന്നവരാണ് പോകുന്നവരാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അതുകൊണ്ടാണ് ഞാനിത് വിശാലമായിട്ട് തന്നെ പറയണത്. പക്ഷേ ഇതുവരെയും ക്യാമ്പസിൽ ഒരു റാഗിങ്ങും ആ വിദ്യാർത്ഥിയുടെ പേരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അത് വളരെ പ്രധാനമാണ്. അതൊരു വസ്തുതയുമാണ്. വസ്തുതയെ നിഷേധിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ദിക്റൽക്കുകൾ ഉണ്ടാവും, നാട്ടിൽ പള്ളിയിലുണ്ടാകും, പള്ളിയിൽ വിവിധങ്ങളായ പരിപാടികളുണ്ടാവും. അവിടേക്കൊക്കെ വിദ്യാർത്ഥികളെയും കൊണ്ടുവരണം. എന്താണ് ഈ മതത്തിൻ്റെ ആത്മാവ് എന്നവർ പരിചയപ്പെടണം. പഠിക്കാനുള്ളതല്ലേ എന്ന് കരുതിയിട്ട് അവരങ്ങനെ നടക്കുക. അതിനിടയ്ക്ക് മയക്കുമരുന്ന് പോലെയുള്ള എല്ലാ ദൂഷ്യതകളും അവർക്ക് ശീലാവും. അത് പിതാവ് അറിയുക പോലുമില്ല. അറിയണം പിതാവ്. മതനിഷേധം അവരെ ഏതൊക്കെ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ടോ വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ അതിനെതിരെ പ്രവർത്തിക്കണം, കാവൽ നിൽക്കണം. അല്ലെങ്കിൽ മനുഷ്യത്വത്തിൽ നിന്ന് മാറി പിശാച്ചും ചെകുത്താനുമായി അവർ ആയിത്തീരും. അതിനാണ് കോച്ചിങ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രാക്ടിക്കൽ എത്തിസം എന്ന് പറയുന്ന പീറ്റർ സിംഗറിന്റെ, ലോകപ്രശസ്തനാകുന്ന യുക്തിവാദി പീറ്റർ സിംഗറിന്റെ പുസ്തകം, അദ്ദേഹം അതിൽ പറയുന്ന പ്രധാനപ്പെട്ട 3 സാധനവും മനുഷ്യനൊക്കൂല. ഒന്ന്, വികലാംഗ കുട്ടികളെ കൊല്ലണം എന്നാണ്. വികലാംഗരായി ജനിച്ച വളരുന്ന കുട്ടികളെ കൊല്ലണം. അവർക്ക് ജീവിക്കാൻ അവകാശമില്ല. അവരുടെ അടിസ്ഥാന തത്വം അനുസരിച്ച് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം എവല്യൂഷൻ തിയറിയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് നാച്ചുറൽ സെലക്ഷൻ എന്ന് വെച്ചാൽ പ്രകൃതി നിർദ്ധാരണം. പ്രകൃതിയുടെ എല്ലാ അക്രമങ്ങളെയും പീഡനങ്ങളെയും ബുദ്ധിമുട്ടുകളെയും സഹിച്ച് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നവർക്ക് അടുത്ത തലമുറയിലേക്ക്, സ്പീഷീസിലേക്ക്, ജീവിവർഗത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ കാലിന് ഇങ്ങനെ കൊക്കറുള്ള ഒരു കുട്ടിക്ക് മറ്റു കുട്ടികളോടൊപ്പം ഓടാൻ കഴിയില്ല, ബസ് കയറാൻ കഴിയില്ല. അതുകൊണ്ട് അവൻ ജീവിക്കാൻ പാടില്ല, അവനെ കൊന്നു കളയണമെന്നാണ്. ഇത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് തൻ്റെ സഹപാഠിയെ കൊല്ലണീനോ അവൻ്റെ പുറം മൊത്തം വൃത്തം വരച്ച് നശിപ്പിക്കുന്നതിന് ഒരു വിഷമം ഉണ്ടാവില്ല. പിന്നെ മൃഗരതിക്ക് പോലും വാദിക്കുന്നു. നെക്രോഫീലിയ, ശവരതിക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്നു. മതാണൊക്കെ കൊളാക്കണത് എന്നാണ് അവർ പറയുന്നത്. എൻ്റെ മുന്നിൽ പ്രമാണങ്ങളുണ്ട്. അത് വായിക്കേണ്ട ഒരു വേദിയല്ലല്ലോ ഇത്. മതാണ് ഈ കൊളാക്കണത്. മനുഷ്യരാകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. ശവരതി നടത്താം, മൃഗരതി നടത്താം, സ്വന്തം സഹോദരിയെയും മോളെയും വ്യഭിചരിക്കാം. ഈ മതാണ് പ്രശ്നമാക്കണത്. അതുകൊണ്ട് മതം വിടൂ, മതം വിടൂ, മതം വിടൂ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ക്യാമ്പസുകളിൽ മതം വിടൂ, മതം വിടൂ ഇതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മതം വിടാനുള്ളതല്ലെന്നും ആവാഹിക്കാനുള്ളതെന്നാണെന്നും മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണെന്നും അവൻ്റെ ആത്മാവിൻ്റെ സംഗീതവും അവൻ്റെ നെഞ്ചിൻ്റെ കാതലും മതമാണെന്ന് നമ്മുടെ മക്കൾക്ക് ചെറുപ്പം മുതൽ പഠിപ്പിച്ചു കൊടുക്കണം. എന്നാൽ റാഗിങ് ഉണ്ടാവില്ല. അവരാരെയും കൊല്ലൂല, അവരാരെയും വത്സിക്കൂല. ഇതില്ലാതെയാകുന്നത് കൊണ്ട്, വെറും ഒരു ജീവിയായി മാറുന്നത് കൊണ്ട്. ഞാൻ ഈയിടെ വായിച്ച ഡോക്ടർ VP ഗംഗാധരൻ്റെ, അദ്ദേഹം വലിയ ഓങ്കോളജിസ്റ്റാണ്. ചിലപ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങളും ഉദ്ധരിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിത കാഴ്ചകൾ എന്ന പുസ്തകമുണ്ട്. അതിൻ്റെ 95-ാം പേജിൽ അദ്ദേഹം പറയുന്നു, മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു ഉപഭോഗ വസ്തു മാത്രമായതാണ് ഇന്നത്തെ പ്രശ്നം എന്ന്. ഹ്യൂമൻ റിസോഴ്സ് ആണ് മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു വിപണി വസ്തു മാത്രമാണ്. ഇതിനെത്ര മൂല്യമുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. ഇതിനെക്കൊണ്ട് എന്തൊക്കെ സമ്പാദ്യം നേടാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. മോൻ ഇന്ന കോഴ്സ് പഠിച്ചാൽ ഈ മോനെ ഉപയോഗിച്ച് എത്ര പണം സ്വരൂപൂട്ടാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അപ്പോൾ അവൻ്റെ ആത്മാവിനെ വികസിപ്പിക്കാൻ, അവൻ്റെ മനസ്സിനെ നല്ലവണ്ണം പരിശീലിപ്പിച്ച് വളർത്താൻ ആർക്കും സാധിക്കണില്ല. അദ്ദേഹം പറഞ്ഞതാണ് അതിൻ്റെ ശരി. മൂല്യം നോക്കുകയല്ല, അവനെ കൊണ്ട് എത്ര പണം കിട്ടുമെന്നാണ് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥയിൽ നിന്ന് മാറിയാൽ റാഗിങ് ഇല്ലാതെയാവും. അല്ലെങ്കിൽ അതടക്കമുള്ള എല്ലാ അക്രമങ്ങളും നിർബാധം തുടരുകയും ചെയ്യും. നല്ലവരായി വളരാൻ, നല്ലവരായി ജീവിക്കാൻ, നല്ലവരായി മരണപ്പെട്ട് നല്ലവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മെയും നമ്മുടെ മക്കളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ അതിക്രമങ്ങളിൽ നിന്നും മാറി നിന്ന് യഥാർത്ഥ മനുഷ്യരാവാൻ നമുക്കും അവർക്കും പടച്ച റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.